നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുഎയിലുള്ള ഒട്ടുമിക്ക കമ്പനികളും, അത് വലിയ കോർപ്പറേറ്റുകളൊക്കെ, അവർക്ക് സ്വന്തമായിട്ട് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഏറ്റവും മിനിമം ഒരു ലീഗൽ കൗൺസിലിനെ, ഇൻഹൗസ് കൗൺസിലിനെ അവർ ഹയർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം പക്ഷേ വേറൊരു സൈഡ് നോക്കിയാൽ അബോവ് 60-70% ഓഫ് ബാക്കിയുള്ള കമ്പനികളിലൊന്നും ഇങ്ങനെ അവർക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, അവരെ കൊണ്ട് കേപ്പബിളും ആയിരിക്കില്ല. അപ്പം അവരുടെ ഒരു ലീഗൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. സ്വന്തമായിട്ടൊരു ലീഗൽ കൗൺസിൽ ഇല്ലാത്ത ഒരു കമ്പനി എങ്ങനെയായിരിക്കണം അവരുടെ ലീഗൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ്. അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ GBC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ലീഗൽ ഹെൽത്ത് ചെക്കപ്പ് അവർ ആനുവലി എന്തായാലും കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ GBC കവർ ചെയ്യുന്ന ഈ ലീഗൽ ഹെൽത്ത് ചെക്കപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കമ്പനിയുടെ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ്സ് തൊട്ട് കമ്പനിയുടെ ഏതൊക്കെ ലെവലിലാണോ കമ്പനി ലീഗൽ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടത് എല്ലാം കവറപ്പ് ചെയ്യുന്ന ഒരു ലീഗൽ ഹെൽത്ത് ചെക്കപ്പ് കണ്ടക്ട് ചെയ്യുക. നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെർട്ടൻ പീരീഡിൽ നമ്മളൊക്കെ ഹെൽത്ത് ചെക്കപ്പ് നടത്തും അല്ലേ? ഇതുപോലെ കമ്പനി ഒരു ലീഗൽ പേഴ്സൺ എന്നതിനാണ് നമ്മൾ കമ്പനി ലോസ് ആക്ടിലൊക്കെ പഠിച്ചിട്ടുള്ളത്. കമ്പനീസ് ആസ് എ ലീഗൽ പേഴ്സൺ എന്ന നിലക്ക് കമ്പനിയുടെ ലീഗൽ ഹെൽത്ത് ചെക്കപ്പ് കണ്ടക്ട് ചെയ്യുക. അതിൽ നമ്മൾ കമ്പനിയുടെ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ കമ്പനിയുടെ കോർപ്പറേറ്റ് സ്ട്രക്ചർ, അതുപോലെ ലൈസൻസിങ്, ഇവിടുന്ന് തുടങ്ങി കമ്പനിയുടെ ലീസ് എഗ്രിമെൻ്റ് വരെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാക്കേജ്, ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പോലുള്ളൊരു പാക്കേജ് നിങ്ങൾ എന്ത് ചെയ്യാം, ഹയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ക്വാർട്ടർലി കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആനുവലി കണ്ടക്ട് ചെയ്യാം. ഇതെങ്ങനെ പോകുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ അതിൽ നമ്മൾ കമ്പനിയുടെ മെമ്മോറാണ്ടം മുതൽ നമ്മൾ എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് ഈ ക്ലയൻറ്റുമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതിനുശേഷം ഇവരുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഉണ്ട്, ഇതെല്ലാം റിവ്യൂ ചെയ്യുന്നു. ഇനി എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് മിസ്സിംഗ് ഉണ്ട് അത് അവർക്ക് വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ആകത്തുക. അതിൽ നമ്മൾ കമ്പനിയുടെ മെമ്മോറാണ്ടം തൊട്ട് റിവ്യൂ ചെയ്യും. പിന്നെ അതുപോലെ എംപ്ലോയർ ലേബർ ഡിസ്പ്യൂട്ടിലേക്ക് പോവാത്ത രീതിയിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം അത് നമ്മൾ കവർ ചെയ്യും. അതുപോലെ ഇപ്പോൾ കമ്പനിക്ക് IP അസറ്റ് ഉണ്ടോ എന്ന് നോക്കും. IP അസറ്റ് ഇല്ലെങ്കിൽ ഏതൊക്കെ IP അസറ്റ് അവരെടുത്തിരിക്കണം, ട്രേഡ് മാർക്കാണോ അവർക്ക് വേണ്ടി, പാറ്റൻ്റ് ആണോ, കോപ്പിറൈറ്റ് വേണ്ടതുണ്ടോ, ഇത് നമ്മൾ റിവ്യൂ ചെയ്യും. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളത് അവരെ ലിസ്റ്റ് ഓൺ ചെയ്ത് നമുക്കത് എടുത്തു കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ പറഞ്ഞല്ലോ, ടെനൻസി കോൺട്രാക്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യും, പ്രോപ്പറാണോ. ഇപ്പോൾ പിന്നെ ഒരു സപ്ലയർ ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് KYS ഉണ്ടോ, അതുപോലെ ക്ലയൻറ്റ് ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് KYC പോളിസി ഉണ്ടോ, അവർക്ക് കൃത്യമായിട്ടാണോ അവർ ഓൺബോർഡിങ് പ്രോസസ്സ് നടക്കുന്നത്. ഇത്തരത്തിൽ ഒരു കമ്പനി ടച്ച് ചെയ്യുന്ന എല്ലാ ലീഗൽ ഏരിയകളിലും വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ഇല്ലാത്തത് എന്തൊക്കെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഇത് കൊടുക്കുന്നൊരു കംപ്ലീറ്റ് ലീഗൽ ഹെൽത്ത് ചെക്കപ്പ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു കമ്പനികൾക്കുള്ള ഒരു സൊല്യൂഷൻ.